ഓണാഘോഷങ്ങൾക്ക് കുവൈറ്റിൽ തുടക്കമായി. മലയാളികൾ, പ്രവാസികൾ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റി ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഓണാഘോഷം. പ്രവാസികളായ മലയാളികൾ നെഞ്ചോട് ചേർത്തെടുക്കുന്ന ഓണാഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുവൈറ്റിൽ നല്ല എല്ലാവർക്കും ഓണാശംസകൾ നേരിടുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷു ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണാശംസകൾ നേരിടുന്നു. സർവ്വ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും സർവ്വ കുടുംബത്തിനും, നിങ്ങൾക്കും, ലുലുവിനും, യൂസുഫലിക്കായ്ക്കും എല്ലാവിധ അനുഗ്രഹവും നേരിടുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഗോഡ് ബ്ലസ് എല്ലാവർക്കും ഒരായിരം ഓണാശംസകൾ നേരിടുന്നു. നാട്ടിലെ സിനിമ കോലാഹലങ്ങളും രാഷ്ട്രീയ കോലാഹലങ്ങളും ഒക്കെ മാവേലിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നുണ്ടോ? തീരെ താല്പര്യമില്ല. വളരെ മോശമാണ്. വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവത്തിന്റെ കയ്യൊപ്പ് വേണം. അതായത് ഏതായാലും മാവേലി പറയുന്നത് തൽക്കാലം നാട്ടിലോട്ട് ഇല്ല എന്നാണ്. പ്രവാസ ലോകത്തേക്ക് മാവേലി വന്നിരിക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങളുണ്ട്. ആഴ്ചയിലെ വാർത്തകളും വിശേഷങ്ങൾക്കും ഒപ്പം കൂടുതൽ ഓണാഘോഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ IBPC കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ്റെ സഹകരണത്തോടെ ഇന്ത്യ കുവൈറ്റ് ബയർ സെല്ലർ മീറ്റ് സംഘടിപ്പിച്ചു. ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ കുവൈറ്റിലെ ഫുഡ് ആൻഡ് അഗ്രോ രംഗത്തുള്ള ബിസിനസ്സുകാരും ഇറക്കുമതി പ്രൊഫഷണൽസുകളും പങ്കെടുത്തു. IBPC കുവൈറ്റിൻ്റെ വൈസ് ചെയർമാൻ കൈസർ ടി ഷാക്കിർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഇന്ത്യ കുവൈറ്റ് വ്യാപാര ബന്ധം ശക്തമാക്കുന്നതിൽ കൗൺസിലിൻ്റെ ശ്രമങ്ങൾ വിശദീകരിച്ചു. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം 2023-24 സാമ്പത്തിക വർഷം ഇന്ത്യ കുവൈറ്റിലേക്ക് നടത്തിയ കയറ്റുമതി $2.1 ബില്യൺ ഡോളറിലെത്തി. ഇത് 2022-23 സാമ്പത്തിക വർഷത്തിലെ $1.6 ബില്യൺ ഡോളറിനേക്കാൾ ഏകദേശം 30% വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സൊയ്ക മുഖ്യ അതിഥിയായി പങ്കെടുത്ത പരിപാടിയിൽ ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽസ് കൗൺസിലിൻ്റെ IBPC പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. രണ്ട് രാജ്യങ്ങളിലെയും ബിസിനസ് സമൂഹങ്ങളുടെ ബന്ധം വളർത്തുന്നതിൽ ഇത്തരം പരിപാടികൾ പ്രയോജനകരമാകുമെന്നും ഇന്ത്യൻ പ്രതിനിധികൾ കുവൈറ്റുമായി കൂടുതൽ ശക്തമായ ബന്ധം വളർത്തുന്നതിന് ബിസിനസ് അവസരങ്ങളെ ശ്രദ്ധയോടെ പിന്തുടരാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പരിപാടിയിൽ 31 ഇന്ത്യൻ ഫുഡ് ആൻഡ് അഗ്രോ കമ്പനികളുടെ പ്രതിനിധികളും പഴങ്ങൾ, പച്ചക്കറികൾ, അരി, മീറ്റ്, മസാലകൾ, ചായ, കോഫി, പരിസ്ഥിതി സൗഹൃദ പാക്കേജിംഗ് രീതികൾ തുടങ്ങി ഭക്ഷ്യ സംസ്കരണം, പാക്കേജിംഗ്, സ്ഥിരമായ കാർഷിക പദ്ധതികളിലെ നൂതനത്വങ്ങൾ കുവൈറ്റിലെ വ്യവസായികളെ ആകർഷിച്ചു. കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ KIC കേന്ദ്ര കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുഹമ്മദ് നബി മാനവ മൈത്രിയുടെ മഹൽ സ്വരൂപം എന്ന പ്രമേയത്തിൽ മുഹബത്ത് റസൂൽ സമ്മേളനവും പ്രവാസത്തിലും പ്രഭ വരുത്തിയ കാൽനൂറ്റാണ്ട് എന്ന പ്രമേയത്തിലുള്ള സിൽവർ ജൂബിലി സമാപന സമ്മേളനവും സെപ്റ്റംബർ 12-13 വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, SKSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാഖ് തങ്ങൾ, സമസ്ത ജനറൽ സെക്രട്ടറി ഷൈഖുൽ ജാമി ആലിക്കുട്ടി മുസ്ലിയാർ, സമസ്ത ട്രഷറർ കൊയ്യോട് ഉമർ മുസ്ലിയാർ, SKSF സംസ്ഥാന വൈസ് പ്രസിഡന്റും യുവ പ്രഭാഷകനുമായ അൻവർ മുഹൈദ്ദീൻ ഹുദവി ആലുവ എന്നിവർ മുഖ്യ അതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു. കുവൈറ്റ് പ്രവാസ ഭൂമിയിൽ 25 വർഷത്തെ പ്രവർത്തനം പൂർത്തീകരിച്ച കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 25 മാസം നീണ്ടുനിന്ന 25 കർമ്മ പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. പ്രവാസത്തിലും പ്രഭ വരുത്തിയ കാൽനൂറ്റാണ്ട് എന്ന പ്രമേയത്തിൽ നടന്നുവരുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന്റെ വിജയത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നതെന്നും സംഘാടകർ പറഞ്ഞു. 2 ദിനങ്ങളിലായി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ 4000-ലധികം പേർ പങ്കെടുത്തു. കുവൈറ്റിൽ ഓണാഘോഷങ്ങൾക്ക് നിറം പകർന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഓണം പ്രമോഷത്തിൻ്റെ ഭാഗമായി തുടങ്ങിയിരിക്കുന്ന ഓണച്ചന്ത മലയാളികൾക്ക് മറ്റൊരു അനുഭവമായി. വ്യാഴാഴ്ച തുടങ്ങിയ ഓണച്ചന്ത സെപ്റ്റംബർ 17 വരെ നീളും. അൽറായി ഔട്ട്ലെറ്റിൽ നടന്ന ചടങ്ങിൽ വിവിധ സാംസ്കാരിക പരിപാടികളും പായസമേള, പൂക്കള മത്സരം, കിഡ്സ് എത്നിക് വെയർ ഫാഷൻ ഷോ, വടംവലി എന്നിവയും നടന്നു. മാവേലിയും ചെണ്ടമേളവും പുലികളിയുമായിരുന്നു പരിപാടിയുടെ മുഖ്യ ആകർഷണം. പ്രമോഷന്റെ ഭാഗമായി ഔട്ട്ലെറ്റിൽ നിന്നും 21 കൂട്ടങ്ങളോടുകൂടിയ ഓണസദ്യയും 14 തരം പായസവും മികച്ച വിലക്കുറവിൽ ലഭ്യമാകുമെന്നും പഴം, പച്ചക്കറികൾ, പലചരക്ക് സാധനങ്ങൾ, വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവ ഡിസ്കൗണ്ട് നിരക്കിലും ലഭ്യമാകുമെന്നും
ധോത്തികൾ, സാരികൾ, ധാവണി, ചുരിദാറുകൾ, ഓണം, കിഡ്സ് വസ്ത്രങ്ങൾ എന്നിവയുടെ വൻ ശേഖരവും ലഭ്യമാവുമെന്ന് ലുലു പ്രതിനിധികൾ അറിയിച്ചു. മഹാവടംവലി മഹോത്സവം ഔപചാരിക ഉദ്ഘാടന കർമ്മം ആരംഭിക്കുന്നു. കായിക താരങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ലുലു ഗ്രൂപ്പിന്റെ ടോപ്പ് മാനേജ്മെന്റ് ഔപചാരിക ഉദ്ഘാടന കർമ്മം. KKB സെറ ഹോളിഡേയ്സ് വിട്ടുകൊടുക്കാൻ മനസ്സിലാതെ കൂടി തന്നെ സ്വീകരിക്കുക. അധികാരങ്ങൾക്ക് മതം നൽകിയ വിജയങ്ങൾ ഒരുപാട് കണ്ടതാണ്. കാലം കാത്തുവെച്ച മറ്റൊരു മധുര പ്രതികാരത്തിനരികിലേക്ക് വടം വലിച്ചു കയറുന്നവർ, ആവേശത്തിന്റെ കൊടുങ്കാറ്റായി കടന്നു വന്നവർ, നിങ്ങളുടെ കയ്യടി താളങ്ങളാൽ സമ്പന്നമാവട്ടെ ഈ മത്സരവേദി. ഒന്ന് കയ്യടിച്ചേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കയ്യടി താളം. കുവൈറ്റിലെ സംഗീത പ്രേമികൾക്ക് ഹരം പകർന്ന ബാൻഡ് 7 ഓണത്തിനോടനുബന്ധിച്ചിറക്കിയ ഓണപ്പാട്ട് ശ്രദ്ധേയമായി. ഗാനം ആലപിച്ചിരിക്കുന്നത് സുമിത നായർ, ധനീഷ് ചന്ദ്രൻ, കീബോർഡിൽ ആൽവിൻ അലക്സ്, വയലിൻ മാർട്ടിൻ കോട്ടയം, റിതം അഖിൽ വാംസി, റോജൻ എബ്രഹാം, ബേസ് ഗിറ്റാർ സജി തോമസ്, DOP രതീഷ് CV, ഗോൾഡൻ മ്യൂസിക് സ്റ്റുഡിയോ പ്രൊഡക്ഷൻ ടീം എന്നിവരാണ് ഓണപ്പാട്ടിന്റെ അണിയറ പ്രവർത്തകർ. അരസിന്റെ ചുവട്ടിലെ കുളിരുള്ള തണലിന് കണമൊഴി നിലയ്ക്കുന്ന കല്യാണം. കുട്ടനാടൻ പുഞ്ച നീളെ കാറ്റ് കളിയാടി, ഒരു കൊയ്ത്ത് പാട്ടിൻ ഈണമീറൻ പായലല പാടി, ഏവന്നരിവാളിൻ കുമ്പത്ത് കതിരൊളി മുത്തം വെക്കുമ്പോൾ വീഴുമ്പോൾ അവളുടെ കനവിന് പുതുനിറമരുളിയ കുട്ടനാടൻ പുഞ്ച നീളെ കാറ്റ് കളിയാടി. കുവൈറ്റിലെയും GCCയിലെയും പ്രമുഖ സ്ഥാപനമായ ദുബൈ കറക്ക് മക്കാനിയുടെ 10ാമത് ബ്രാഞ്ച് കുവൈറ്റിലെ ഫർവാനിയയിൽ കോണ്ടിനെന്റൽ ഇൻ ഹോട്ടലിന് സമീപം ഉദ്ഘാടനം ചെയ്തു. ദുബൈ കറക്ക് മക്കാനിയുടെ കുവൈറ്റിലെ 10ാമത്തെയും GCCയിലെ 13ാമത്തെയും ഔട്ട്ലെറ്റാണ് ഫർവാനിയയിൽ തുറന്നത്. ചടങ്ങിൽ സ്പോൺസർ ഫഹദ് മിഷ്കി സാലിഹ് അൽ റഷീദി, MM ഗ്രൂപ്പ് ചെയർമാൻ ആബിദ് മുളയങ്കാവ്, ഡയറക്ടർമാരായ മുഹമ്മദ് കുഞ്ഞി, ജമാൽ തൊടന്നൂർ, ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ മുഹമ്മദ് ഹാരിസ്, മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് CEO മുസ്തഫ ഹംസ, IBPC പ്രതിനിധികളായ സോളി മാത്യു, സുരേഷ്, ഡോക്ടർ അമീർ, ഡോക്ടർ അബ്ദുൽ ഫത്ത, ഡോക്ടർ സിറാജ് എന്നിവരും പങ്കെടുത്തു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കറക്ക് മക്കാനിൽ സ്വന്തം സ്പെഷ്യലൈസ്ഡ് മസാലകൾ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് പ്രതിനിധികൾ പറഞ്ഞു. OICC കുവൈറ്റ് എറണാകുളം ജില്ലാ കമ്മിറ്റി മുൻ ജനറൽ സെക്രട്ടറി ജോമോൻ തോമസ് കോയ്ക്കരയ്ക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. 21 വർഷമായി കുവൈറ്റിൽ സാമൂഹിക പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന ജോമോൻ തോമസ് കോയ്ക്കര OICC കുവൈറ്റിൻ്റെ രൂപീകരണ കാലം മുതലേ സംഘടനയുടെ സജീവ സാന്നിധ്യമായിരുന്നു. OICC കുവൈറ്റ് നാഷണൽ കമ്മിറ്റി ഭാരവാഹികളും വിവിധ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. OICC കുവൈറ്റ് എറണാകുളം ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് സാബു പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ജോമോൻ തോമസ് കോയ്ക്കരയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന കാലഘട്ടത്തെ അനുസ്മരിച്ച് എറണാകുളം ജില്ലാ കമ്മിറ്റി ഫലകം നൽകി ആദരിച്ചു. കുവൈറ്റിലെ പ്രവാസി സംഘടനയായ സ്നേഹാമൃതം ഓണാഘോഷ പരിപാടി പൊന്നോണപ്പുലരി എന്ന പേരിൽ മംഗഫ് ഈറ്റില്ലം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. പ്രസിഡന്റ് വിജയൻ ഇന്നാസിയുടെ അധ്യക്ഷതയിൽ രക്ഷാധികാരി തോമസ് പള്ളിക്കൽ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുസോവന സുജിത്ത്, മുഹമ്മദ് അജ്ജൽ, സുശാന്ത് പണിക്കർ, ജെയിംസ് വി കൊട്ടാരം, വിനു തോമസ്, അനിയൻ കുഞ്ഞു പാപ്പച്ചൻ, അശോകൻ തിരുവനന്തപുരം, സിറാജ് കടക്കൽ, സമീർ എന്നിവർ സംസാരിച്ചു.
വൈസ് പ്രസിഡന്റ് രശ്മി രാമേന്ദ്രൻ പിള്ള, ജോയിന്റ് സെക്രട്ടറി ശുഭ സജി, പ്രോഗ്രാം കൺവീനർ വിനീഷ് ശ്രീവത്സം, മോഹനൻ റോയ്ചൻ, പ്രസീത സന്തോഷ്, രാഖി ഡീലു, റാണി പുഷ്പാങ്കദൻ, ജാനകി, ജെസ്സി ജോർജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി വനജ രാജൻ സ്വാഗതവും ട്രഷറർ ഗിരീഷ് ഗോവിന്ദൻ നന്ദിയും അറിയിച്ചു. സാൽമിയ സെന്റ് തെരേസാസ് ഇടവകയുടെ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺസൺ നെടുമ്പുറത്തിന് സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചു. കഴിഞ്ഞ 9 വർഷമായി കുവൈറ്റിലെ വിശ്വാസികൾക്കിടയിൽ സേവനമനുഷ്ഠിച്ച ഫാദർ ജോൺസൺ നെടുമ്പുറത്തിന് കുവൈറ്റിലെ ക്രൈസ്തവ വിഭാഗത്തിലെ നാനാ വിഭാഗങ്ങളിൽ നിന്നും ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. സാൽമിയ സിംഫണി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. സീറോ മലബാർ സഭയുടെ വിവിധ ഏരിയകളിലെ പ്രതിനിധികൾ അദ്ദേഹത്തിന് യാത്രയയപ്പ് സന്ദേശങ്ങൾ നൽകി. നിങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന ജോൺസനെ യോജിച്ച രീതിയിലുള്ള ഒരു യാത്രയയപ്പ് ഒരു സമ്മേളനമാണ് ഇവിടെ നടത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം അത്രയും വർഷങ്ങൾ ജോൺസൺ നിങ്ങളൊപ്പമായിരുന്നു. 9 വർഷമാണ്. കുഞ്ഞുമക്കളിലൂടെയാണ് നിങ്ങളുടെ ഓരോ ഹൃദയത്തിലും ഓരോ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിലും ഞാൻ പ്രവേശിച്ചത്. ഓരോ കുഞ്ഞുമക്കളിലൂടെ ആ മക്കള് എനിക്ക് നൽകിയ സ്നേഹവാത്സല്യങ്ങൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവരുടെ നല്ല ഭാവി മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. The smile on your faces and the healthy life you regain, that's the greatest reward for Metro Medical Care. Metro Medical Care, the care, the concern, the cure. Kuwait. Move it up, move it on, move it fast and do it soon. Walk, talk, tick, tock, laptop, tick, tock, make it quick, make it tech, make it connect. Walk, talk, tick, tock, laptop, tick, tock, make it quick. Lulu, where the world comes to shop. ചേഞ്ച് ഉള്ളി ദിസ്. ആ മോളെ. ഓ പപ്പ, ഫീസ് അടച്ചില്ല. ഓ ഞാനത് മറന്നു. ഇനിയിപ്പോ അൽമുസൈനി ഉണ്ട്, ഫാസ്റ്റ് ആണ്. Fastest, secure, reliable. Al-Muzaini Exchange, always near you. Yes, no business is good without the right workforce. And its absence can make you Hero 2.0, providing the best manpower solution across GCC for 20 years. Blue collar, skilled, unskilled, and whatever your company requirements are, we deliver you the best in the industry. Trust is all about care, and we deliver complete travel. Consider this as an advice, not as an advertisement. Cultivation according to climate. Good fertile soil. Good atmosphere. Timely harvesting. Fresh packing. Freshly distributed. Highway Center, a complete family shopping experience. Fahel, Mangaf and Abbasiya. ചേച്ചി, എനിക്കകത്ത് ശമ്പളം കിട്ടി. ഇനി ഇത് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് അയച്ചു. അതിനെന്താ, അൽമുസൈനി ഉണ്ടല്ലോ, ഫാസ്റ്റ് ആണ്. Fastest, secure, reliable. Al-Muzaini Exchange, always near you. അങ്ങനെ മാവേലിയുടെ അടുത്തുനിന്ന് നമ്മളിങ്ങനെ വന്നപ്പോൾ പാലക്കാരൻ ഒരാളുടെ അടുത്തേക്കാണ് എത്തിച്ചേർന്നത്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് നിജോ. നിജോ അല്ലേ? ഓക്കെ. രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവേലി നാട്ടിലോട്ട് പോകുന്നില്ലെന്നാണ് പറഞ്ഞു. കാരണം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സിനിമാ ലോകത്തെ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ആകെ മൊത്തം പ്രശ്നമാണെന്നാണ്. നിജോ പാലായിൽ ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ സെൻട്രൽ ജയിലിൽ നേഴ്സായിട്ട്. രണ്ടുപേരും നേഴ്സുമാരാണ്. അപ്പോൾ എപ്പം നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ മലയാളി നേഴ്സുമാരുടെ അടുത്ത് തന്നെ എത്തും എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസകരമായ സംഭവം. എങ്ങനെയുണ്ട് കുവൈറ്റിൽ ഓണമൊക്കെ? കുവൈറ്റിൽ അടിപൊളിയല്ലേ ഓണം. ഞങ്ങളുടെ ഓണപരിപാടി നാളെയാണ് ഞങ്ങളുടെ ബിൽഡിങ്ങിൽ. പിന്നെ ഇപ്പം
ഇത് 15-നാണല്ലോ ഓണം. അപ്പോൾ പിന്നെ ഇവിടെ ഹോളിഡേയും കൂടെ ആയതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഓണം കലക്കും. ഓണം തകർക്കുന്നതാണ്. അപ്പം കറികളൊക്കെ നിങ്ങളൊക്കെ എങ്ങനെ, കുക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? കുക്കിംഗ് ഞങ്ങൾ ഒരു 5-6 ഫാമിലി ഒന്നിച്ചാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് കറികൾ വെച്ചിട്ട് ഉണ്ടാക്കി എല്ലാവരും കൂടെ ഒന്നിച്ച് അങ്ങ് ആഘോഷിക്കും. കുവൈറ്റിലെ പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് എല്ലാവരും കൂടെ കൂടി കറികളൊക്കെ ഉണ്ടാക്കി തനതായ രീതിയിലുള്ള ഓണാഘോഷം അല്ലേ മോളെങ്ങനെ, മോളുടെ എക്സ്പീരിയൻസ് ഓണാഘോഷമൊക്കെ എങ്ങനെ തകർക്കുമോ നാളെ? ഇപ്പം ഏറ്റവും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. അതിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കോയിൻസിഡൻസ് ആണ്. അന്വേഷിച്ച് വന്നപ്പോൾ ആളുടെ വീട് പാലയെന്ന് പറഞ്ഞു. പാലയിൽ എവിടെയാണെന്ന് ചോദിച്ചപ്പം ഈരാറ്റുപേട്ടയാണെന്ന് പറഞ്ഞു. ഈരാറ്റുപേട്ട എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ തെടനാണെന്ന് പറഞ്ഞു. തെടനാട് വന്ന് ചോദിച്ചപ്പം നമ്മുടെ തറവാട് വീട് അവിടെ തന്നെയാണ്. അങ്ങനെ അയൽപക്കംകാരാണെന്ന ഒരു യാഥാർത്ഥ്യം കൂടി. എൻ്റെയൊക്കെ അപ്പൻ്റെ തറവാടാണ് തെടനാട്. അപ്പോൾ ഏതായാലും ഏഷ്യാൻ ന്യൂസിൻ്റെ അല്ല ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൽ ടൈംസ് ഓഫ് കുവൈറ്റിൽ ഈ ഓണാഘോഷങ്ങൾക്ക് ആദ്യം എത്തിയ ഒരു ഫാമിലി അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എത്തിയ സന്തോഷവും അതുപോലെ തന്നെ എന്താ പറയുക, ഓണം ശരിക്കും ഈ വർഷം കുറച്ചുകൂടെ മനോഹരമായിട്ട് നടത്താൻ കുവൈറ്റ് സാധിക്കുമെന്ന് തോന്നുന്നു അല്ലേ? മൊത്തത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതെല്ലാം മാറി. അതുപോലെ ഇപ്പോൾ ഹോളിഡേ വരുന്നു, അതാണ് ഏറ്റവും 15 എല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഓഫായിരിക്കും. അതെ അതെ അതെ. അതുകൊണ്ട് അവധികളൊക്കെ കഴിഞ്ഞ് എത്തിച്ചേർന്ന് എല്ലാവർക്കും സമാധാനമായിട്ടൊരു ഓണം ആഘോഷിക്കാനുള്ളൊരു സുവർണ്ണ അവസരമാണ് എത്തിയിരിക്കുന്നത്. കാലാവസ്ഥയും മാറി വരുന്നുണ്ട്. അപ്പോൾ കൊച്ചു പറഞ്ഞു മൈക്ക് കൊണ്ട് പോടാൻ മതി ചോദിച്ചതെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത കളിലേക്ക് കിടക്കാം. ഓണാഘോഷങ്ങൾ തകർക്കുകയാണ്. റാഫിയും നൗഫയും. മോൻ്റെ പേരെങ്ങനെ? എബിനോ നോക്ക്, എന്താ സ്റ്റൈലെന്ന് നോക്കിയേ. ഇത് ആരെയും മുണ്ട് ഷർട്ടൊക്കെ മേടിച്ചു തന്നെ? ഇത് അവിടെ നോക്കി പറ, ഒരു ഹാപ്പി ഓണമൊക്കെ പറഞ്ഞു എല്ലാവരോടും. നാട്ടിലെവിടെയാണ്? കോട്ടയം എരുമേലി. നമ്മുടെ കുറ്റമൊന്നുമല്ല, ചെല്ലുന്നെല്ലാം കോഴിക്കോടാന്ന് കരുതി ഞാൻ ചെന്നതാണ്. പക്ഷെ അത് കറക്റ്റ് കോട്ടയിൽ പോയി. എന്ത് ചെയ്യുന്നു ഇവിടെ? ഞാനിവിടെ ബാങ്കിലാണ്, NBK ബാങ്കിലാണ്. പണമുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, ഹൗസ് വൈഫായിരിക്കും അല്ലേ? നേഴ്സാണ്, പിന്നെയും നേഴ്സിലെത്തി. NBK എന്ന് പറഞ്ഞപ്പോഴെങ്കിലും വിചാരിച്ചു അവിടെ ജില്ല. പക്ഷേ നമ്മുടെ കുവൈറ്റിൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആണ് നമ്മുടെ മലയാളി നേഴ്സുമാർ കേട്ടോ. എന്തായാലും എങ്ങനെയുണ്ട് ഓണാഘോഷങ്ങളൊക്കെ ഇവിടെ? ഓണാഘോഷങ്ങളൊക്കെ ഇപ്പോൾ ഇത്ര നല്ലൊരു പരിപാടി ലുലു ചെയ്തത് നല്ലൊരു ഇതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം നമുക്കിങ്ങനെ കൂട്ടായ്മകളും പരിപാടികളൊന്നും ഈ പ്രാവശ്യം അങ്ങനെ ഇല്ല. അപ്പോൾ കുട്ടികൾക്കൊരു സമാധാനവും സന്തോഷം എന്നുള്ള രീതിയിൽ ലുലു ഇതുപോലൊരു പരിപാടി ചെയ്തത് നല്ല പരിപാടി ഇതായിട്ട് തോന്നുന്നു. ഓണസദ്യകളൊക്കെ എന്നാലും അങ്ങനെ പോയി അങ്ങ് ആഘോഷമാക്കുക എന്നുള്ളതാണ് ഇപ്രാവശ്യം. നമുക്ക് അതുപോലെ തന്നെ സമാധാനം എന്ന് പറയാൻ ഇവിടെ നബിദിനത്തിൻ്റെ ഒരു അവധിയും കൂടെ കൂട്ടി ഓണത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓണവും നബിദിനം ഒരുമിച്ച് ആഘോഷിക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇപ്പോഴത്തെ. അപ്പോൾ അതിനകത്ത് വീണ്ടും ഒരു മതസൗഹാർദ്ദം വന്നു. മാവേലി വരാൻ വേണ്ടി നബിദിനവും ഒന്നിച്ചു വന്നു എന്നുള്ളതും നമ്മുടെ ഇവിടുത്തെ ആഘോഷങ്ങൾക്ക് പകിട്ടുകയല്ലേ. ഓണം ആഘോഷിക്കുന്നത് മലയാളികൾ മാത്രമാണെന്ന് വിചാരിക്കരുത്. കുവൈറ്റിൽ ഞാനുൾപ്പെടെ മുണ്ടെടുത്ത് വരാൻ മടിക്കും. കാരണം ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ ശരിക്കും അങ്ങനെയൊക്കെ സാധ്യതയുള്ളതുകൊണ്ട്. പക്ഷേ നോക്കൂ, നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ ഓണത്തിന് ആഘോഷമാക്കാൻ ഇവരൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടാണ് എത്തിയിരിക്കുന്നത്. என்ன பேர் என்ன உங்களோட? இந்து. தியா என்ன பேசாமல் இருக்குதா? பட்டெல்லாம் போட்டு வச்சுருக்க. இதெல்லாம் ஓணம் செலிப்ரேஷனா? எப்படி இருக்கு ஓணம்? நல்லா இருக்கா? உங்கள் பேர் என்ன? தீபக். தீபக் இதை யார் வாங்கி கொடுத்ததில்ல? அப்பாவா? அம்மாவா? அப்பா எங்கே போயிடுச்சு? இப்போ அப்படி சுட்டிகிட்டே இருக்குவா? அப்படியா? ஓணம் எப்படி செலிப்ரேட் பண்ணுறது? நாங்கள் செலிப்ரேட் பண்ண பாயாசம். அப்படியா? മഹാബലി ചക്രവർത്തി വരുവാണ്. എങ്ങനെ പറഞ്ഞാലും മഹാബലിയുടെ ആൾക്കാരാണ്. ഒരു മഹാബലിയുടെ ആഘോഷം തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും കർണാടകയിലാണെങ്കിലും ഒക്കെ നടത്തുന്നതാണ് അവർ പറയുന്നത്. എന്തായാലും ഓണാഘോഷങ്ങൾ കുവൈറ്റിൽ തകർക്കുകയാണ്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി. അങ്ങനെ തിരുവനന്തപുരംകാരെ നമ്മൾ കണ്ടെത്തി. പേരെങ്ങനെയാണ്? മനോജ്. മനോജ് എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത്. മിനിസ്ട്രിയിലാണ്. പേരെന്താ? ശരണ്യ. വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെയാ മോനെ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4th. എവിടെയാ പഠിക്കുന്നത്? എങ്ങനെയുണ്ട് നിങ്ങളുടെ കുവൈറ്റിലെ ഓണമൊക്കെ? കുവൈറ്റിലെ ഓണം അതിനേക്കാളും ഗംഭീരമാണ് ഈ കൊല്ലം. എന്നാലും സന്തോഷ വാർത്തകളുണ്ട്. ഒന്ന് മിനിസ്ട്രി കയറി, പിന്നെ ഒരു കുഞ്ഞുവാവ് വരുന്നു നമുക്ക്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇക്കൊല്ലത്തെ നമ്മളെ ഓണം വളരെ സന്തോഷമാണ്. അപ്പോൾ തിരുവനന്തപുരം മനോജ് ഭയങ്കര സന്തോഷത്തിലാണ്. നിങ്ങൾ തിരുവനന്തപുരം തന്നെയാണോ? തിരുവനന്തപുരം തന്നെയാണോ വീട്? കൊല്ലത്താണ്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ സംഭാഷണങ്ങളൊന്നും വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. അപ്പോൾ സന്തോഷത്തിൻ്റെ ഓണമാണല്ലേ. എല്ലാവിധ ആശംസകളും. സദ്യയൊക്കെ ഒരുക്കിയോ? അടുത്ത ആളെ പരിപാടിയാണ്. അപ്പം ഇപ്പം അഭിരാമ് സ്കൂൾ കാരണം ഇപ്പോൾ സെപ്റ്റംബർ 15 ഇവിടെ ഓൾറെഡി ഹോളിഡേ ആണ്. അപ്പം മലയാളികൾക്ക് ഇരട്ടി മധുരമാണ്. എല്ലാവർക്കും
ഓണം ആഘോഷിക്കാനുള്ള ഒരു അവസരം ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും. The smile on your faces and the healthy life you regain, that's the greatest reward for Metro Medical Care. Metro Medical Care, the care, the concern, the cure. Kuwait. Move it up, move it on, move it fast and do it soon. Walk, talk, tick, tock, laptop, TikTok, make it quick, make it tech, make the connect. Walk, talk, tick, tock, laptop, TikTok, make it quick. Lulu, where the world comes to shop. ചേഞ്ച് ഓൺലി യെസ്. ആ മോളെ. ഓ പപ്പ ഫീസ് അടച്ചില്ല. ഓ ഞാനത് മറന്നു. ഇനിയിപ്പോ സർ അൽമുസൈനി ഉണ്ട്, ഫാസ്റ്റ് ആണ്. Fastest, secure, reliable. Al-Muzaini Exchange, always near you. Yes, no business is good without the right workforce. And its absence can make you hero to zero. Providing the best manpower solution across GCC for 20 years. Blue collar, skilled, unskilled, and whatever your company requirements are, we deliver you the best in the industry. Trust is all about care, and we deliver complete travel. Consider this as an advice, not as an advertisement. Cultivation according to climate. Good fertile soil. Good atmosphere. Timely harvesting. Fresh packing. Freshly distributed. Highway Center, a complete family shopping experience. Fahel, Mangaf and Abbasia. ആ ചേച്ചി, എനിക്ക് ശമ്പളം കിട്ടി. ഇനി ഇത് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് അയച്ചു. അതിനെന്താ, അൽമുസൈനി ഉണ്ടല്ലോ, ഫാസ്റ്റ് ആണ്. Fastest, secure, reliable. Al-Muzaini Exchange, always near you. അങ്ങനെ ഓണാഘോഷങ്ങൾ പൊടിപൊടിക്കാൻ പുതിയ ഓണക്കോടികളും ഒക്കെ വാങ്ങാനായിട്ട് കുടുംബസമേതത്തിരിക്കുകയാണ്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജോസ്. ജോസ് എവിടെയാണ് നാട്ടിൽ? കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയാണ്. എൻ്റെ വീട് തൊടുപുഴ. ആ പേര്? എൻ്റെ പേര് ഷെറിൻ. ആ ഷെറിനും ജോസും വീണ്ടും ഞാൻ കാഞ്ഞിരപ്പള്ളി എത്തി. ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, സത്യസന്ധമായിട്ട് പറയുകയാണ്. അല്ല, ഞങ്ങൾ ഇന്ന് കണ്ടെടുത്ത് പാലാ വന്നു, കോട്ടയം വന്നു, കാഞ്ഞിരപ്പള്ളി വന്നു. അവസാനം ഞങ്ങളൊരു കോഴിക്കോട്ടുകാരെ അന്ന് കണ്ടുപിടിച്ച് തട്ടവിട്ട ആളെടുത്ത് ചെന്നപ്പം അതും കോട്ടയംകാരാണ്. എനിവേ, എങ്ങനെ ഉണ്ടായിരുന്നു ഓണാഘോഷമൊക്കെ? എങ്ങനെ എൻ്റെ പരിപാടിയിലേക്ക് കടന്നോ അതോ സമയമുണ്ടോ? ഭാഗമായിട്ടുള്ള പർച്ചേസിങ് തുടങ്ങി. താഴെ ഒന്ന് വന്നു, താഴെ കുറേ സാധനങ്ങൾ എടുത്തു. ഇപ്പം മേലോട്ട് വന്നു, കുറച്ച് ഡ്രസ്സൊക്കെ നോക്കുന്നു. അപ്പം മക്കൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ? ഓണക്കോടികളൊക്കെ കുവൈറ്റിലെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കിനിടയിൽ ഈ ഓണാഘോഷങ്ങളൊക്കെ നടക്കാറുണ്ടോ? പല അസോസിയേഷനിലായിട്ട് ഞങ്ങളുടെ ഓണപരിപാടികൾ ഒരു 5-6 മാസത്തിന് നീണ്ടു നിവർന്നു പോകുന്നതാണ്. ഓണസദ്യകളൊക്കെ ഇനിയുണ്ടോ? സദ്യ ചൊവ്വാഴ്ച സൺഡേ അവധി ആയതുകൊണ്ട് ഓണസദ്യ വീട്ടിൽ തന്നെ ഇപ്രാവശ്യം എല്ലാവരും കൂടെ കൂടി ആഘോഷിക്കുന്നുണ്ട്. മോനൊരു ഹാപ്പി ഓണമൊക്കെ എന്ന് പറഞ്ഞേ. ഹാപ്പി ആണോ? ഹാപ്പി ഓണം എന്ന് പറഞ്ഞേ. വാവ്. എന്നിട്ട് എന്താ ഓണത്തിന് സദ്യ കഴിക്കുമോ? പേരെന്താ? ജെറോൺ. ജെറോൺ ജോസ്. ഓ ബിഗ് മാൻ. മോളുടെ പേരെന്താണ്? ആ നമ്മൾ നമ്മുടെ മട്ടന്നൂർ വന്നപ്പം കേളി വാദ്യപീഠത്തിൻ്റെ മേളം കണ്ട് ആസ്വദിച്ചവരാണ് നമ്മൾ. അന്ന് നമ്മളിത് പ്രക്ഷേപണം ചെയ്തതുമാണ്. ഇന്നും അതേ ടീം തന്നെയുണ്ട്. എങ്ങനെയുണ്ട് ഓണമായിട്ടുള്ള ഇപ്പോഴത്തെ നീക്കങ്ങൾ? തീർച്ചയായിട്ടും ഓണപരിപാടികൾ ഇങ്ങനെ വന്നു തുടങ്ങുന്നു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളും നമ്മുടെ ടീമും. ഇപ്പോൾ ഓണം സ്റ്റാർട്ടായി. ഫസ്റ്റ് തുടങ്ങുന്നത് ലുലുവിലാണ്, ലുലു ഹൈപ്പർ മാർക്കറ്റ് കുവൈറ്റ്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. എല്ലാം അടിച്ചു പൊളിക്കും. എങ്ങനെയുണ്ട് എല്ലാവരുടെയും? റെഡി ആയിട്ടിരിക്കുകയാണ്. അതാണ് നമ്മളെല്ലാവരും ചേർത്ത് ഈ കൊല്ലത്തോണം നമ്മൾ ഉഷാറാക്കും. ഹാപ്പി ഓണം. പൊളിച്ചടുക്കും.
അതെ അതെ അതെ, എല്ലാവർക്കും അഭിപ്രായം പറയാം. പുലികൾക്ക് കയറി വരാം. അത് നമ്മൾ പറയണ്ട. ഇവിടെയും നമ്മുടെ നമ്മളായിട്ടൊന്നും പറയുന്നില്ല. കേരളത്തിൽ മൊത്തം അതാണ്. കേരളം മലയാളി അവിടെ ചെന്നാലും ഇപ്പോൾ ഒരു കൂടേണ്ടെന്നുള്ളതാണ് സത്യം അല്ലേ? കൈസേ ഭയ്യ, കൈസേ ചൽ रहे ये देखा है ना आज का ओणम है ना अच्छे केरला में जाना क्या? എനിവേ, ഇത് പണ്ട് ചെണ്ടക്കോൽ ഉത്സവമേളത്തിലും പള്ളിപ്പെരുന്നാളുകളിലും വീഴുമ്പോൾ ഓടുന്ന ആ ഒരു കാലഘട്ടത്തിലേക്കാണ് തിരിച്ചു കൊണ്ടുവന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഓണം ആഘോഷങ്ങൾ ഏത് വഴിക്കാണ് പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും മേല. അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന പച്ചക്കറികളോ അല്ലെങ്കിൽ ധാന്യങ്ങളോ എത്തിയില്ലയോ എന്ന് നോക്കിയിരിക്കുന്നു. വെള്ളം കിട്ടാതെ കേരളത്തിൽ വലയുന്നു. അങ്ങനെ ഒരുപാട് വേദന അനുഭവങ്ങൾ, അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്ററും മറ്റു രീതിയിലുള്ള ഒരുപാട് കടമ്പകൾ കടന്നു പോകുന്നു മലയാളികൾ. പ്രവാസ ലോകത്തിരിക്കുന്ന മലയാളികൾ ഇതെല്ലാം നോക്കിയിരിക്കുകയും ഇതുപോലുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുകയും ഇങ്ങനെ വീണ് കിട്ടുന്ന അവധി ദിവസങ്ങൾ, ആഘോഷങ്ങൾ, ഓണമാണെങ്കിൽ ക്രിസ്മസ് വരെ നീണ്ടുപോകും എന്നുള്ളതും യാഥാർത്ഥ്യം. പക്ഷേ പ്രവാസികൾക്ക് വേറെ വഴിയില്ല. എല്ലാ ദുഃഖഭാരങ്ങളും സന്തോഷങ്ങളും ഒക്കെ ചുമലിലേറ്റി അവരുടെ സന്തോഷങ്ങൾ ഏത് ആഘോഷങ്ങളായാലും ജാതിയും മതവും ഒക്കെ മറന്ന് ആഘോഷിക്കും എന്നുള്ളതാണ് പ്രവാസ ലോകത്തെ മലയാളികളുടെ മറ്റൊരു പ്രത്യേകത. ഈ ഒരു സന്തോഷങ്ങൾ നമ്മുടെ നാട്ടിലിരിക്കുന്ന ഇവിടുത്തെ പ്രവാസികളുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നോക്കിയാണ് സംസാരിക്കുന്നുള്ളൊരു യാഥാർത്ഥ്യവും. ഇവിടെ കുടുംബമില്ലാതെ നാട്ടിൽ കുടുംബമുള്ളവരും അമ്മയും അച്ഛനെയും ഭാര്യയും കൊച്ചു കുഞ്ഞിനെ വരെ ഇട്ടുവന്നിട്ടുള്ള പ്രവാസികളും ഒരുപാടുണ്ട് ഈ പ്രവാസ ലോകത്ത്. അവരുടെ വേദനകൾ അവർ മറക്കുന്ന ഇതുപോലുള്ള സന്തോഷ നിമിഷങ്ങളിലാണ്. ഇവരുടെ എല്ലാം ഓണ ആശംസകളും സന്തോഷങ്ങളും നാട്ടിലിരിക്കുന്നു ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും പങ്കുവച്ചുകൊണ്ട് തൽക്കാലം വിടാം. ജയ് ഹിന്ദ്. നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങളോടൊപ്പം Metro Medical Care, the care, the concern, the cure. Kuwait. അതിനെന്താ, അൽമുസൈനി ഉണ്ടല്ലോ, ഫാസ്റ്റ് ആണ്. Fastest, secure, reliable. Al Muzaini Exchange, always near you. Lulu, where the world comes to shop. Flywall Luxury Tourism Resort Center, Kuwait City. Highway Center, a complete family shopping experience. Fahel, Mangaf and Abbasi.